ഹായ് ഇതാരൊക്കെയാ വന്നിരിക്കണേ? പള്ളി ചട്ടമ്പി, ഡിജോ ആൻഡ് കൈതു. ഹായ്, Hi. വെൽക്കം ടു മൈ ഷോ. Thank you. You know my name? Rekha. I like it. Build So, up. I'll talk to you in English later. Yeah. Let me sure. connect with the boys first. 100%. Yeah. So, പള്ളി ചട്ടമ്പി, എനിക്ക് പേരിൽ തന്നെ ഒരു ഭയങ്കര ഓമനത്തുള്ള പേരാണ്. ചട്ടമ്പി എന്ന് മാത്രമല്ല, ഇറ്റ് ഹാസ് ഒരു ക്ലാസി നെയിം ഉണ്ടായിരുന്നു. യുനോ ഇറ്റ് ഹാസ് ഗോട്ട് എവറിത്തിങ്. അതായത് റിലീജിയസ് അതോറിറ്റി ഉണ്ട്, എന്നാൽ ക്രിമിനൽ ഇക്കോസിസ്റ്റം ഉണ്ട്. അതില്ല. അതില്ല. അതെ. അങ്ങനെയല്ല, ഡിജോ ഒക്കെ എന്റെ ഉത്തരവുണ്ടായിരുന്നു. കറക്റ്റ്. ഡിജോ ഉത്തരം കേക്കട്ടെ. അല്ല, ബേസിക്കലി ഇപ്പൊ ചട്ടമ്പി എന്ന് പറയുന്നത് ഇപ്പൊ അറിയായിരിക്കുമല്ലോ, ആ. എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ? പണ്ട് കാലത്ത് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ നമ്മൾ പറയുന്ന പോലെയല്ല. അല്ല, നമ്മൾ കുട്ടികളെ കാണുമ്പോൾ അവന്റെ ചട്ടമ്പിത്തരം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ക്യൂട്ട് പേര് നമുക്ക് ഇപ്പോ, അല്ലെങ്കിൽ ഗുണ്ട എന്നൊക്കെ നമ്മളിപ്പോ പറയുമെങ്കിൽ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഈ പറഞ്ഞ പോലെ ചട്ടം അറിയാവുന്നവൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അതിന് ട്രേറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ അപ്പൊ അങ്ങനെയുള്ളവരെയായിരുന്നു ഇപ്പൊ ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആ ടെർമിനോളജി ഫിക്സ് ചെയ്യുന്നത് ഓൾഡൻ ടൈം. പിന്നീടാണ് കാലക്രമേണ അത് മാറി വന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചട്ടമ്പി കല്യാണി ഒരു സിനിമ അപ്പൊ അവിടുന്ന് എനിക്കിത്. സോ ടോബിനോ, ഈ റോളിലേക്ക് വരുമ്പോഴേ, അതായത് ഈ ക്യാരക്ടർ സർവൈവർ ആണോ, അതോ സാഹചര്യം കൊണ്ട് ചട്ടമ്പി ആയതാണോ, അതോ ഒരു റെബല്ലിയസ് ആയിട്ടുള്ള ആളാണോ? സർവൈവർ ആണ് അല്ലെ? പടം തുടങ്ങുമ്പോ തന്നെ നല്ല ക്വസ്റ്റൻ. അത് സർവൈവർ ആണ്. സർവൈവർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ റിബല്യസ് ആവും, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് റിബല്യസ് ആവും. അത് തന്നെയാണ്, അത് പടത്തിന്റെ ഒരു കോർ തീം തന്നെയാണ് ഈ നമ്മൾ പറഞ്ഞ സർവൈവലും അതുകൊണ്ടുണ്ടാവുന്ന റിബല്യസ് നേച്ചറും സ്വാഭാവികമായിട്ടും പള്ളിച്ചട്ടമ്പിക്ക്. ഇതെല്ലാം ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യം, എല്ലാം ഉൾപ്പെടുന്ന ഒരു വെരി ഗുഡ്. അതെനിക്ക് തോന്നുന്നു നല്ലൊരു നമ്മളുടെ ക്യാരക്ടറൈസേഷനും അതുപോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് എന്താ വെച്ചെങ്കിൽ ഈ കഥയുടെ ഒരു തന്തു കണ്ടപ്പോ, ട്രെയിലർ കണ്ടപ്പോ, അപ്പൊ എനിക്കറിയാം ഇത് 56-57 സമയങ്ങളിൽ നടക്കുന്ന കഥയായിരുന്നു. ചെറിയൊരു ബിറ്റ് 30s-ലും ഉണ്ട്. നമ്മുടെ ആക്ച്വലി ഒരു 30s മുതൽ ഒരു 60s വരെ നീളുന്ന ഒരു ടൈം ഫ്രെയിം നമുക്ക് പറയാം. സോ 56-57 എന്ന് പറയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ സമയം. ആൻഡ് അതിൽ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ റിഫോമിംഗ് നടക്കുന്ന ഒരുപാട് മിഷൻസ് വരുന്നു. അതെ, ലാൻഡ് റിഫോർമേഷൻ ആക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോ ഈ സിനിമ നടക്കുമ്പോൾ പൊളിറ്റിക്സ് ഡ്രാമയായിട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ, അതോ ഈ കഥയുടെ കൂടെ വരുമ്പോൾ പൊളിറ്റിക്സ് ഹാസ് ഓൾസോ ബൈ പാർട്ട് ഓഫ്? ബേസിക്കലി ഈ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ, ആ സിനാരിയോയിൽ ഉത്ഭവിക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് ബേസിക്കലി. ഈ പറഞ്ഞ പോലെ അതല്ല നമ്മുടെ മെയിൻ പ്ലോട്ട് എങ്കിൽ പോലും, എന്നാൽ ഇതൊക്കെ നടക്കുന്ന കാര്യം, ഇതെല്ലാം കാലഘട്ടം ഡെപിക്ട് ചെയ്യുന്ന ഈ പറഞ്ഞ ഇതെല്ലാം നമുക്കും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സിനിമയില് പള്ളിച്ചട്ടമ്പി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി 50s to 60s വരുമ്പോ ഈ പറഞ്ഞതെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട് പിന്നാമ്പുറത്തിലൂടെ സഞ്ചരിക്കുമെങ്കിലും നമ്മൾക്ക് പറയാനുള്ള കഥ ടോട്ടലി ഡിഫറെന്റ്. For you, maybe, in Malayalam, you came in 19th century, which is also period film. Now we are again coming back to Kerala for the same film which is happened. For another film which is basically set in 50s and 60s. So I'm going back. Yeah. So you're basically in the retro mode. Yeah. Right? It is. Yeah. But wherever you are in a digital frame, there is this dragon or Pavidamalli. You are way ahead. With 62 million views, I saw Pavidamalli. Yeah. So how was this coming back to a Malayalam movie? And taking off this character which is basically set in a place and the scenario which you didn't even know or heard about? Yeah, it was very exciting to play because the moment he narrated the story, it was extremely engaging, and as an audience I thought that I would want to watch a film and learn the culture and learn like what has happened before over here. So I had not known about this before. When he narrated to me, so I only followed his vision because they come from that. They come from Kerala, so they know the story much more than me. So all I had to do is like follow his vision and believe in his character, and then I followed whatever I had to do. Is he a good narrator? Of course he is. That's why I got sold for it. Right? I think I brought the music also, right? I played the music. Yeah, and is the first. And the thing was like there is a love song. I mean that is running. Oh, sorry, Malayalam പറയണം. അതൊരു നല്ലൊരു ലവ് നമ്മുടെ കാട്ടിൽ അതെ കാട്ടിൽ ഞാൻ അപ്പൊ ഞാനിത് അത് ഇറങ്ങിയില്ലേ ടീസർ ഫുൾ കൺഫ്യൂഷൻ ആയി. ആദ്യം ഇറങ്ങി കാട്ടിയമ്പ ഇറങ്ങി അത് ഇത്രയായി. അപ്പൊ
ആ പാട്ട് നമ്മുടെ അതിന്റെ ഒരു സ്ക്രാച്ച് വേർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൈതുവിന്റെ അടുത്ത് നറേറ്റ് സോറി അല്ല അപ്പൊ എനിക്കറിയാം നല്ലൊരു റെസിലിയൻസ് മറന്നുപോയി. പുരാണത്തിൽ പ്രഹ്ലാദിന്റെ അമ്മയുടെ പേരാ. ഡിജോന്റെ പേര് ഡിജോന്റെ അമ്മയുടെ പേര് ഡീന, അച്ഛന്റെ പേര് ജോസഫ്. ഡിജോ അറിയില്ല, അറിയില്ല. പുരാണത്തിൽ ആരുടെ അച്ഛനായിട്ട് വരും ഞാൻ അറിയില്ല. ഓക്കെ, എന്താണ് ടോവിനോന്റെ പേരിന്റെ അർത്ഥം? കാട്ടുചെമ്പകം. അല്ല അപ്പൊ അന്ന് നറേറ്റ് ചെയ്തപ്പോ ഞാൻ ആ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തു. അപ്പൊ ലൈക്ക് ഞാനത് അന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിന്നീട് അന്ന് തന്നെ പുള്ളി ഷീ സെഡ് യെസ്, ലൈക്ക് ഷീ വാണ്ടഡ് ടു പ്ലാൻ എന്താ ഡേറ്റ്സ് മാറ്റണം, പല പല കാര്യങ്ങൾ. പക്ഷെ ഐ തിങ്ക് ഐ സ്പോക്ക് ലോങ് ബാക്ക്. ദെൻ വി ഹാഡ് ടു കൺഫേം ടോവീസ് ഡേ, എന്നിട്ട് വേണമല്ലോ. അപ്പൊ ഞാൻ ഈ ഡേറ്റിലാന്ന് പറഞ്ഞപ്പോ സോ ഷീ ഹാഡ് ടു മൂവ് തിങ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആ സമയത്ത് വെൻ ഷീ കെയിം ബാക്ക് ഷീ ആസ്ക്ഡ് ദ ഫസ്റ്റ് തിങ് ഇറ്റ്സ് എ സെയിം സോങ്. അപ്പൊ ഞാൻ അപ്പൊ ഓർമ്മയുണ്ട് അന്ന് ഞാൻ ഇത് പ്ലേ ചെയ്തിട്ട് ഐ വാസ് ജസ്റ്റ് റണ്ണിങ്. അപ്പൊ അന്ന് ഷീ ഗോട്ട് ദാറ്റ് സോങ്. സോ അതെനിക്കൊരു ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു വൈൽ നറേറ്റിംഗ് ഇറ്റ്സെൽഫ്. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈവൻ I've been narrating stories to many of them, but that was the first time when I am narrating with the music. Because and for me also it was the first time where a director narrated me with the songs. Because the song is so special. പിന്നെ എനിക്കും എന്റെ ആദ്യത്തെ ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പൊ ഇതില് അങ്ങനെ ഒരു ലവ് സ്റ്റോറി ഐ എം ഡൂയിങ് ലവ് സ്റ്റോറി ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഐ വാണ്ടഡ് ഇറ്റ് ടു ബി സ്പെഷ്യൽ. സോ ദാറ്റ്സ് വാട്ട് ഐ ഫോർ യു. ഈ 50s നടക്കുന്ന കഥയായതുകൊണ്ട് ഈ നടത്തത്തിലും അതല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഒരാളെ എങ്ങനെ ഐ മീൻ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു ആൻഡ് എന്തെങ്കിലും പുതിയ ന്യൂവാൻസസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, കുറച്ചധികം. അത് ഞങ്ങള് സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യുമ്പോ തൊട്ട് നമ്മള് ഫസ്റ്റ് ഒരു സ്കെച്ച് നമ്മളത് 2019 നമ്മളത് പുറത്തു വിടുകയും ചെയ്തിരുന്നു. ആ സ്കെച്ചിലുള്ള ആ ലുക്കിലേക്ക് എത്തുക എന്നുള്ളത് ഒരു മനസ്സിലൊന്നുണ്ടായിരുന്നു. പിന്നെ ഡിജോക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ബിൽട്ട് ആയിരിക്കണം. ബിൽട്ട് എന്ന് പറഞ്ഞാല് അങ്ങനെ സിക്സ് പാക്കും അങ്ങനത്തെ ഭയങ്കര ചിസിൽഡ് ആയിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും ഇച്ചിരി കവളക്കുള്ള ഇച്ചിരി ബീഫ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരാളാവണം അങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമുക്ക് ആ സാഹചര്യവശാൽ നമുക്ക് ആ സമയമായപ്പോഴത്തേക്കും അങ്ങനെ എത്തി ആ ലുക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റി. പിന്നെന്ന് വെച്ചാല് മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. പിന്നെ ഈ ക്യാരക്ടറിന് നമുക്ക് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്ര പരിചിതമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ലല്ലോ. ഞാൻ 89 പോണാണ്, ഡിജോ 88. എന്നോട് ചോദിക്കണ്ട. എന്തെങ്കിലും അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടാവുള്ളൂ. പിന്നെ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ പുള്ളി നന്നായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളാണ്. പുള്ളി വായിച്ചിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങനെയാണ് പുള്ളിയിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്റ്റഫർ സേന എന്ന് പറയുന്നതും അത് പല പേരാത്രേ. കുറുവലങ്ങാട് സ്ഥലത്ത് അതിന് ക്രിസ്റ്റഫർ സേന എന്നും പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇയാളെ നമ്മൾ പിന്നെ ഈ സ്ക്രിപ്റ്റില് നമ്മൾ പലതവണ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻപുട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പലതവണ സ്ക്രിപ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ തൊടുപുഴ അവിടെ വന്ന് സെറ്റായി ഡിജോ എല്ലാവരും വൈകുന്നേരം വന്ന് ഞങ്ങളിരുന്ന് പുലർച്ചെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കും, ഡിസ്കസ് ചെയ്യും, നമുക്ക് ഇത് ചെയ്യാമോ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനപ്പോ ചെയ്ത് കാണിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഒരു സെയിം പേജിൽ എത്തണമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ ക്യാരക്ടറിന് എന്ത് മാനറിസം ആവാം, ചില കൈ കൊണ്ടുള്ള ചില ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ചുണ്ട് കൊണ്ട് ചില ആട്രിബ്യൂട്ട്സ് അതൊക്കെ ആക്ച്വലി ഈ സിനിമ മീശ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ ഒരു മീശയുള്ള ഒരാൾ അതിന് ഒതുക്കുക എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ അങ്ങനെ സിനിമയില് കാണുമ്പോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. ഒരുപാട് ക്യാരക്ടർ ഡ്രിവൻ സിനിമയും കമേഴ്ഷ്യൽ ആയിട്ടുള്ള മാസ് പടങ്ങളും ചെയ്യുമ്പോൾ പള്ളിച്ചട്ടമ്പി താങ്കളുടെ കരിയറിൽ എവിടെയായിരിക്കുന്നത്? പള്ളിച്ചട്ടമ്പി ശരിക്കും അത് സ്റ്റോറി ഡ്രിവൻ തന്നെയാണ്, ക്യാരക്ടർ ഡ്രിവൻ അല്ല. പക്ഷെ ഉറപ്പായിട്ടും ഈ ക്യാരക്ടറിന്റെ ഒരു ജേണിയും ഉണ്ട്. ഇയാൾക്ക് പരിചിതം അല്ലാത്ത ഒരു നാട്ടിലേക്ക് വരുന്നതും അതിനുശേഷം ഇയാൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്.
പക്ഷെ അതിനു മുമ്പ് ഈ ക്യാരക്ടറിന്റെ ഒരു ഉത്ഭവം മുതൽ ഉം. അതല്ലെങ്കിൽ ഇപ്പൊ ഇയാള് വന്നെത്തുന്ന നാട്ടിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉം. എന്നൊക്കെ പറഞ്ഞ ഇതിന്റെ ഒരു കഥ തന്നെയാണ് ഇതിനകത്ത് Yeah. സിനിമ മുന്നോട്ട് ഡ്രൈവ് ചെയ്തത്. Correct. For you, I know that character is extremely strong in terms of how he has portrayed you. Yeah. And to get into that skin, how Mm. much time did you get in to get comfortable for the character? I think I had to settle it down a Mm. little bit because she had that strength, but that strength wasn't loud. Mm. So I had to do it in a subtle way. And Mm. also with me, the process is a little different. I have to dig in first with my dialogues because it's not my first language. Yeah. So I did like a 5 days of training where we were shooting in Todupura. Mm. And I was also visiting the set Mm. so that, I understand how the set is and how the people are and how the shoot is going. So I get into the process a little more earlier than going on set. And then the 5 days when we did rehearsals, we did dialogues. With doing that itself, I understood. And he had given me the brief itself before that she's very strong, but she has that elegance and that softness with her. So that is very much important. So I had to settle it down because me as a person, when I get very comfortable with people, I am just like a child. So for me, I had to calm down because on set, they were all so friendly. You're April born. Yeah. April 11th. April 11th, yeah. Sorry, I don't know your birthday. Come on, continue. Yeah. So they were very chill on set. So I was completely being myself. April 11th. Yeah, April Oh, we are 11th. releasing Yeah, April 10th. 10th. right? Oh, Yes. see, so it was. See, oh, Yeah. nice, nice. Nice. I'm Like going it. to celebrate Yeah. my film and my birthday. Exactly. Yeah. So yeah, exactly. I had just had to settle down and maybe the dialogue delivery, it's a little different for me because the language itself is different. So I But don't you know the also had accent. done Nangeli, Yeah. and how different was that in terms of it was the same period film, and how different was that for the dialogue delivery, the sound modulation, everything in the set? I think I followed my trainer Okay. because they are more familiar with the language, the emotion. I just have to learn my lines, and the director tells me this is what the emotion is. I have to memorize my lines and then I give it how I want to emote it, and then the director will obviously. This is how my process is by now. Yeah. 50s romance is different from Aajkal ka romance. Definitely. ആ, ഉറപ്പായിട്ടുമായിരിക്കും. 100%. So what did you do differently? താങ്കളുടെ റൊമാൻറ്റിക് രൂപത്തിൽ നിന്ന് how did you make him a lover boy in the 50s? പക്ഷേ എന്തിനാണ് 50s പോണത്? ആക്ച്വലി ഒരു 90s ലവ് സ്റ്റോറി തന്നെ Totally ഇപ്പോഴത്തെ different. ടോട്ടലി ഡിഫറെന്റ് അല്ലേ? Correct. 2000s തന്നെ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? Yeah. ഞാനൊക്കെ മറ്റേ കത്തെഴുതി പ്രേമിച്ചതിന്റെ അവസാന ഗണത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ 1950s എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതെ. ഈ പറഞ്ഞ പോലെ നമുക്ക് ആശയവിനിമയത്തിനുള്ള മാധ്യമങ്ങൾ കുറവാണ്. അതെ. അല്ലെ, നേരിട്ട് കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ കത്തുകൾ എഴുതുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. But you were lucky to do that. ARM അങ്ങനത്തെ romantic scenes ഇല്ലേ? And for everything, even for me. ഞാനൊരു എന്ന് നിന്റെ മൊയ്തീനില് ഒരു മൊയ്തീനില്, ഒരു ആ. അത് ഭയങ്കര പീരിയഡ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അത് എന്താ പറയുക, നമ്മളങ്ങനെ പീരിയഡ് സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും ആ ക്യാരക്ടറിന്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കാൻ ഒരു സാഹചര്യം നമുക്ക് വരികയാണ്. അത് ആ സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ആ റൊമാൻസ് എന്ന് പറയുമ്പോൾ ഇന്നതിന്റെ മൊയ്തീനിലെ റൊമാൻസ് എന്ന് ആലോചിച്ച് നോക്കും. അതിനേക്കാൾ ഭയങ്കര ഡിഫറെന്റ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തുള്ളതെന്ന് വെച്ചാല് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. For you, ഈ ജനഗണമന എന്ന് പറയുന്ന സിനിമ ടു മെനി ലെയേഴ്സ് ഉള്ള സിനിമയായിരുന്നു. ക്വീൻ ഒരു ഫീൽ ഗുഡ് ആണെങ്കിലും അതിലൊരു അണ്ടർലൈൻ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ഇതിൽ വരുമ്പോൾ ഈ വിഷ്വൽ ടോൺ മാറ്റിയിട്ടു ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക്കലി പ്രകൃതിയാണ് ഇതിൽ വേറൊരു ക്യാരക്ടർ. നേച്ചർ ഇസ് എ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം, റൈറ്റ്? ഇപ്പോൾ പ്രകൃതി ക്യാരക്ടർ ആവുമ്പോൾ ഡയറക്ടർക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താ? എന്നെ സംബന്ധിച്ചോളം ഷൂട്ടിന്റെ സമയത്ത് പ്രകൃതി മഴ പെയ്യും. അല്ല, ഭയങ്കര ചാലഞ്ചിങ് ആണ് കേട്ടോ. അപ്പൊ ടോബി പറഞ്ഞ പോലെ വി സ്റ്റാർട്ടഡ് വിത്ത് റെയിൻ. എനിക്കൊന്ന് തീരുമ്പോഴും മഴയിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇത്രയും വലിയൊരു ഏരിയ, ഇപ്പൊ നേരത്തെ ബ്രേക പറഞ്ഞ പോലെ ഈ മലയോര പ്രദേശമാണ്. അവിടെ ആ ബ്യൂട്ടി നമ്മളിപ്പോ ഒരു പടം ചെയ്യാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയില്ല, ഇപ്പൊ നമ്മള് മുംബൈ, ഹൈദരാബാദ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രക്ചേഴ്സ് വെച്ചും വിഷ്വലി കൊടുക്കാം. നമുക്ക് ആക്ച്വലി കൊടുക്കാനുള്ള ഓപ്ഷൻ മഴ, ഈ പറഞ്ഞ മലയോരം, ഫുൾ ഈ പറഞ്ഞ നേച്ചറിനെ വെച്ചിട്ടാണ്. ഇപ്പൊ കാട്ടുകമ്പം കണ്ടാൽ മേഘങ്ങൾ, ഇതാണ് നമ്മളുടെ ഒരു വലിയൊരു ബാക്ക് ഡ്രോപ്പ്. അതിനെ കറക്റ്റ് കിട്ടണം. അതെനിക്ക് തോന്നുന്നു തൊടുപുഴ നമ്മൾ കണ്ട് അച്ചീവ് ചെയ്യുക.
Yeah, I mean new അല്ലട്ടോ. Actually he has done couple of films, but For you, for me as മലയാളത്തില് മലയാളത്തിൽ it's his first film. independent first. ഒരു 2 പടം മുന്നേ ചെയ്തിട്ടുണ്ട്. 2 or 3 films he has done, Telugu, Tamil something, and then അവൻ ആക്ച്വലി എന്റെ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാനും അവനൊക്കെ ലോങ് ടൈം. സോ ഫൈനലി ഞങ്ങൾക്ക് അത് ഒരുമിക്കാൻ ഒരു സമയം കിട്ടി. ആൻഡ് ടിജോ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്, ഒന്നും പറയാനില്ല. ആ ഒരു DOP, സോ വിഷ്വലി ആ ഒരു ഭയങ്കര ഒരു സ്കെയില് തരിക. പിന്നെ നമുക്ക് ആർട്ട് ഡയറക്ടർ സെറ്റ് ചെയ്ത് ഫുൾ സെറ്റ് ആണ് പുള്ളി ചെയ്ത്, അത് ബേസിക്കലി ഒരു പള്ളി. അപ്പൊ നമ്മളുടെയൊക്കെ അവിടെ സെറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഒരു ദിവസം ഞങ്ങള് കുറെ ചിരിക്കാറുണ്ടല്ലോ സെറ്റില്. അപ്പൊ ഒരു ദിവസം നോക്കുമ്പോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചിരിയാ. അപ്പൊ ഞാൻ വന്നിട്ട് എന്താടാ ചിരിക്കാൻ, എന്ത് പറ്റി? എടാ എന്റെ അടുത്തും കൂടെ പറയണ കാര്യം നമ്മളീ ടെൻഷനിലും പരിപാടിയില്ല. അപ്പൊ എന്താ ചേട്ടാ അതല്ല ഏട്ടാ, ഒരു അമ്മച്ചി വന്നിട്ട് ആൾക്കാരെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. സോ അതെന്താ വെച്ചാൽ പള്ളിയാണല്ലോ, അപ്പൊ പള്ളിയാണെന്ന് പറഞ്ഞ അമ്മച്ചി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് ആണ്. അതിനൊരു നമുക്കത് ലാസ്റ്റ് ഭയങ്കര ഒരു വിഷമമായിരുന്നു നമ്മൾ ആ നാട്ടിൽ നിന്ന് പോകുമ്പോ ഒരു ഭയങ്കര ഒരു. അപ്പൊ ഞങ്ങൾ അത്രയും നാള് സ്പെൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ദിലീപ് നാഥ് ആണ് ആർട്ട് ഡയറക്ടർ. അപ്പൊ എനിക്ക് തോന്നുന്നു അന്വേഷിപ്പിൻ കണ്ടക്ടറും തൊട്ട് ഒരുപാട് സിനിമകൾ. അപ്പൊ ദിലീപ് ഇത്രയും ഗംഭീരമായിട്ടൊരു സെറ്റ് നമുക്ക് ഒരുക്കി തന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇതിനെല്ലാം കൂടെ നിൽക്കാൻ ആക്ച്വലി വി നീഡ് ടു ഹാവ് എ സോളിഡ് പ്രൊഡ്യൂസർ. അപ്പൊ അവരും കൂടെ നിന്ന് നമുക്കിത് പറഞ്ഞു വന്നത് ഇതാണ്. അല്ല പ്രകൃതി വരുമ്പോ ആക്ച്വലി അതിന് വില്ലനിസം ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഏറെ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഞങ്ങൾ അത് വളരെ, മഴയാണെങ്കിൽ മഴ ഉപയോഗിച്ച് കുറെ സീൻ നമ്മൾ ചെയ്തു. അങ്ങനെയൊക്കെ നമ്മളൊന്ന് ടാക്കിൾ ചെയ്ത് ഒരാഴ്ച പനിച്ചിരുന്നു. അയ്യോ അത് ടൊവി നേരത്തെ പറഞ്ഞാലേ, ടൊവി നമ്മള് ഫൈറ്റ് നടപ്പോ ഞാൻ പറയും ടൊവി 30 ദിവസമായി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അല്ല അത് ഞാൻ ജസ്റ്റ് പറയാം. അതായത് ടൊവി ഫൈറ്റ് ഒക്കെ ചെയ്ത് ഞാനിപ്പോഴും ആലോചിക്കാം, സിംഗിൾ ഷോട്ട് ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞ് 1, 2, 3, 4 അടിയിൽ 13 ടേക്ക് എടുക്കണം. അപ്പൊ ഞാൻ 13ാമത്തെ ടേക്ക് ആകുമ്പോൾ പുറകെ വന്നിട്ട് എന്നെ വന്ന് പിടിക്കുമ്പോ എനിക്ക് നെഞ്ചെടുപ്പ. കാര്യം ഇവിടുന്ന് ഇത്രയും ഒരു ചാട്ടം കഴിഞ്ഞിട്ട് നേരെ വരുന്നത്, അതും മഴയത്തല്ലേ. അപ്പൊ വന്നിങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ടൊവി ഇത് ഓക്കെയാണ്, കൂടെ ടൊവി പോയി ഒന്നുകൂടെ ചെയ്ത് എന്തായാലും ഇത്രയും ചെയ്തു. അത് നന്നാക്കുക. അതെ അല്ല അതൊക്കെ എഫേർട്സ് ആട്ടോ. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഹോൾ ക്രൂ ഞങ്ങളൊക്കെ മഴയത്ത്, ആർട്ടിസ്റ്റ് ഡെഫിനറ്റ്ലി ഇതാണ്. ഞാൻ പറഞ്ഞു 30 days ആയി, നമുക്ക് ബ്രേക്ക് എടുക്കാം. അധികം ഇല്ല ടൊവി 2-3 ദിവസം. അപ്പൊ ടൊവി ഡിജോ വേണ്ട, അത് പ്രശ്നമാവും. കാര്യം വെറുതെ ഡേറ്റുകൾ പ്രശ്നമാകും. പിന്നെ അടുത്ത പൂരം മഴയാ പെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി ഓക്കെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ടൊവി വിളിച്ചിട്ട് പറയും എഴുന്നേക്കാൻ പറ്റുന്നില്ല, പനി പിടിച്ച് കിടക്കും. നമുക്ക് ഡിജോ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു 5 ദിവസം ബ്രേക്ക് ആവും. അതാ ഞാൻ പറഞ്ഞ എല്ലാം നമുക്കൊരു കണക്ട് ആയി. അല്ല എന്താ പറയാ, എന്റെ ഒക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ കോൾഡും പനിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുണ്ട്. കാരണം പനിയും ജലദോഷത്തിനൊന്നും സിനിമ കാര്യം ഒരാള് 2 ആളല്ലല്ലോ, ഇത്രയും പേര് വർക്ക് ചെയ്യണല്ലേ. അപ്പൊ നമുക്ക് പനി വന്നു ജലദോഷം വന്നു എന്തെങ്കിലും ഒരു സീരിയസ് ഒരു പ്രശ്നം വന്നാലും ഓക്കെ, നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ അസുഖമാണ്. നല്ല രീതിയിലായിട്ട് പറഞ്ഞു പറ്റുന്ന അത്രയും പോവാം. പിന്നീട് ഡേറ്റുകൾ പ്രശ്നം വരും, എല്ലാവരും ഡേറ്റുകൾ പ്രശ്നം വരും. നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ ഈ ഇടക്കാലത്തായിട്ട് വരുന്ന ചില പനിയും ജലദോഷമൊക്കെ കൊറോണയ്ക്ക് ശേഷം വന്നേക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരെണ്ണം അടിച്ചിട്ട് ഡോളോ ഉരുട്ടി തിന്നണം. അല്ല എന്താന്ന് വെച്ചാൽ ഒരു പനി വന്നു കഴിയുമ്പോ ഇപ്പൊ നമ്മളൊരു ക്യാരക്ടറിനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തു, പെട്ടെന്ന് വന്നു കഴിയുമ്പോ ഈ പറഞ്ഞ ഫുഡും എല്ലാം ഇവർക്കും പ്രശ്നമാണ്, നമുക്കും. ഇതൊക്കെ ഒരു ഫാക്ടർ. മില്യൺ ടൈംസ് ആയിരിക്കും. നിങ്ങൾ റൂമിലേക്ക് വിളിച്ചിട്ട് എന്താ പേടിപ്പിച്ചേ? അതെ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ച് ജസ്റ്റ് ഒന്ന് ഊതിയേ ഉള്ളൂ. ഞാൻ ആ വഴി അവിടെ കിടന്നു. എനിക്ക് ഇച്ചിരി പേടിയുടെ അസുഖമുള്ള എന്നെ അങ്ങ് പേടിപ്പിച്ചു. എന്നെ പ്രൊഡ്യൂസറും നൗഫലും ജോയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യണ തൊട്ടടുത്ത് ഒരു അമ്പലത്തില് ചെറിയ ഉത്സവം പോലെ നടക്കും. അപ്പൊ അവിടെ നിന്ന് മറ്റേ പൊട്ടാസിന്റെ തോക്ക്. അയ്യോ അത് എന്നെ മാത്രല്ല കേട്ടോ, ആ കേറിയൊന്നും ഒരു ദിവസം റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഇട്ടു ഒറ്റ പൊട്ടി. റിസപ്ഷനിസ്റ്റ് എഴുന്നേറ്റോന്നും അറിയില്ല. അത് അല്ല എന്നിട്ട് ഞാൻ പിന്നെ വേറെ ചെറിയ സാധനം കിട്ടും, ഇത്രയും പോകുന്നത് ചെറുത്, ഏറുപടക്കം അത് സെറ്റിൽ വന്നിട്ടില്ല. പൊട്ടും അത്രേ ഉള്ളൂ.
പക്ഷെ ആ സാധനത്തിന്റെ ശബ്ദമൊക്കെ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് പേടി. പിടിച്ചു. അതെന്റെ ഒരു 3-4 പാക്കറ്റ് ഉണ്ട്. അല്ല അതൊക്കെ ഇങ്ങനെ ഞാൻ മാത്രം സെറ്റിലുള്ള എല്ലാവരുടെയും കാലുണ്ട് പൊട്ടി പിന്നെ മറ്റേ പൊട്ടി. പാമ്പിന്റെ അയ്യോ ഈശ്വ. അല്ല പാമ്പിന്റെ ഇതില്ലേ, റബ്ബറിന്റെ പാമ്പ്. അയ്യോ ഞാനൊക്കെ മരിച്ചേനെ. തൊട്ടപ്പുറത്ത് പള്ളി മറ്റേ അമ്പലത്തിൽ ഉത്സവം നടക്കാന്ന്. ഉം. അപ്പൊ അവിടുത്തെ ഒരു ചെറിയ മറ്റു ഷോപ്പുകളിൽ ഉം. ഉണ്ടാവുന്ന സാധനങ്ങള് വെട്ടിക്കടന്നൊക്കെ മേടിച്ചിട്ട്. ഷൂട്ട് ചെയ്യണ എല്ലാവർക്കും ആ. എല്ലാവർക്കും ഫണ്ട് വേണ്ട. നല്ല പണി വേണ്ടത്. രാത്രി നൈറ്റ് ഷൂട്ടിന് സമയത്ത് ഒരു പടക്കം പൊട്ടിച്ച് എല്ലാവരും ഒന്ന് ഓണാവൂലേ. അങ്ങനെ ഷൂട്ടിംഗ് നന്നായി നടക്കാൻ വേണ്ടി ഇത് പുതിയ സ്വഭാവം അല്ലേ? അല്ല അല്ല, എനിക്ക് പണ്ടേ തോന്നുന്നു സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും. ആയിരിക്കാം. കുറെ നാളായി സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അതെ. ഓർമ്മ കിട്ടില്ല എവിടെ നിന്ന് കിട്ടിയതാണ്. അത് ഇങ്ങനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അതായത് ഈ കുട്ടികളൊക്കെ ആ അത് കാര്യം- ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ എന്റെ she went to a school get together. അതിനിപ്പോ ഇംഗ്ലീഷിൽ ഇല്ല മലയാളത്തിൽ പറയാം. Talk, I'll understand. Okay. I'll learn like this. ഞാൻ ഒരു എന്റെ +2 പഠിപ്പിച്ച ടീച്ചർമാര് ടീച്ചറിന്റെ- രണ്ടുപേരും റിട്ടയർമെന്റ് ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഗസ്റ്റ് ആയിട്ട് അവിടെ പോയി. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഞാൻ പഠിച്ച സ്കൂൾ. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ ഞാൻ ഇവരൊക്കെയായിട്ട് ഭയങ്കര അടുപ്പോ ഭയങ്കര കമ്പനി ആയിരുന്നു. ഞാൻ പിന്നെയും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മറക്കണ്ടവരെ. അപ്പൊ പെട്ടെന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് 56 വയസ്സോ 58 വയസ്സോ കൊണ്ട് ആവണ്ടേ റിട്ടയർ ആവാനായിട്ട്. അപ്പൊ ഇവരൊക്കെ ഞാനന്ന് പഠിക്കുമ്പോണ്ടായിരുന്ന പോലെ തന്നെ അവരിയ്ക്കുന്നത്. അപ്പൊ ഞാൻ അല്ല നിങ്ങൾക്കൊക്കെ അത്ര പ്രായമായാ? ശരിക്കും അത്ര പ്രായമായാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ടീച്ചർ മോനെ നീ ഫ്രണ്ടിലേക്ക് നോക്കി. അപ്പൊ കുറേ കുട്ടികള് യുവ സുന്ദരന്മാരും സുന്ദരിമാരായിട്ടുള്ള ഒരു 10-200 പിള്ളേർ ഇപ്പൊ ഉണ്ട്. +1 +2 പിള്ളേരാണ്. അപ്പൊ ടീച്ചർ എന്നെ നോക്കിയിട്ട് ഈ ഇരിക്കുന്ന പിള്ളേരില്ലേ, മോൻ പഠിച്ചിറങ്ങുമ്പോ ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അവിടെ പഠിച്ചിറങ്ങുമ്പോ എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സമയം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇവര് ജനിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോ ഇത് 2006 എന്റെ +2 കഴിഞ്ഞാണ്. ഇപ്പൊ 20 കൊല്ലം കഴിയാണ് പോകുന്നത്. അത് ഭയങ്കര ഒരു പക്ഷെ എന്നാലും ഇത് കൊള്ളാം. അതെ, അതൊരു എക്സ്പീരിയൻസ്. ഞാൻ ജയിക്സോട് സംസാരിക്കുന്നു അപ്പോൾ കാട്ടുചെമ്പകം ആൻഡ് പറയായിരുന്നു ഇത് 50 കൊല്ലം നടക്കുന്ന ഒരു കഥയായതുകൊണ്ടും ഇതില് ഇലക്ട്രോണിക്സ് അധികം ഉപയോഗിച്ചിട്ടില്ല, കുറെ കെൽറ്റിക് അവിടെ പഠിച്ചിരിക്കണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ അപ്പൊ അതെങ്ങനെയായിരുന്നു ഈ ജേക്സിനോട് നിങ്ങൾ 4ാമത്തെ അല്ലേ അസോസിയേഷൻ? ജേക്സൺ ബൈയാണ്. അതെ, ഒരു കാര്യം എന്താ പറയുക, എപ്പോഴും എനിക്ക് തോന്നി ടൊവിനോന്റെ പാട്ടുകൾ ഉണ്ടല്ലോ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എപ്പോഴും അല്ലെ. സിനിമ ചിലപ്പോ പാട്ടുകളുടെ നോർമൽ ഓൾ ക്രെഡിറ്റ് വാൻ. അതെ, ഇത് ഞാൻ ശരിക്കും ഭാഗ്യമാണ്. എങ്ങനെ വേണമെങ്കിൽ വന്നാലും അതും തമാശ എന്താ വെച്ചാൽ ഇതൊക്കെ പിന്നെ പല റീലുകളായിട്ട് നമ്മളെ വെറുപ്പിക്കും. എന്നിരുന്നാൽ പോലും ഇറ്റ്സ് അല്ലേ, ശരിയല്ലേ, തോന്നിയിട്ടില്ലേ? അല്ലെ, പക്ഷെ എന്നാലും ഇറ്റ്സ് ഗുഡ്. അതായത് പാട്ടിനെ കുറിച്ചിട്ട് നിങ്ങളത് അഭിപ്രായം പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അല്ല, പാട്ടിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് ഇങ്ങനെ പാട്ടുകൾ കിട്ടും എല്ലാ വർഷവും ഇത് എല്ലാ പടത്തിലും പാട്ട് ഹിറ്റ് ആയിരിക്കും, സൂപ്പർ ഹിറ്റ് ആയിരിക്കും. വാട്ട് അബൌട്ട് ദിസ് പടം? ഈ കാട്ടുചെമ്പകം തന്നെ കൈതപ്പുറം എഴുതി അദ്ദേഹത്തോട് എങ്ങനെയായിരുന്നു സംസാരിച്ചത്? ഹലോ, ഭയങ്കര എനിക്കൊന്നും ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി മ്യൂസിക് സ്ക്രാച്ച് ജെക്സ് ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നമുക്ക് കുറെ കൂടെ ഈസി ആയിരുന്നു. കാര്യം അത് വെച്ചിട്ടാണ് നമ്മൾ ഇവർ നറേറ്റ് ചെയ്തതും എല്ലാം. എനിക്ക് അത് ആദ്യമേ കിട്ടി, ഞാൻ അതിൽ ഓൾറെഡി ഇല്ല. അപ്പൊ ഒരു തരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനേ പറ്റില്ല. അപ്പൊ അതെനിക്കൊന്ന് റഫ് ട്രാക്ക് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൈതപ്പുറം സാറായിട്ടും സംസാരിക്കുമ്പോ ഓൾറെഡി അപ്പൊ ഞാൻ കഥയുടെ ഒരു ഇത് പറയും. അപ്പൊ സാർ എന്നെ പറയും, ഫോണിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ഫോണും പിടിച്ചോണ്ട് പോകും. അപ്പൊ സാർ ഒരു ഓക്കെ നമുക്കന്ന് ഇങ്ങനെ പോയാലോ, ഇവിടുത്തെ ഇങ്ങനെയല്ല. അപ്പൊ ഞാൻ സാർ ഇങ്ങനത്തെയാണ് എന്നൊക്കെ പറയാൻ ചർച്ചകൾ വരുമ്പോ അപ്പൊ തന്നെ സാറ് 5 മിനിറ്റ് ഇല്ല പടപടപടെ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കൂടുതലാവുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ തന്നെ വരും. എന്നിട്ട് പിന്നെ എനിക്ക് കിട്ടുന്ന കോള് ജെയ്ക്സ് ഭായ, മോനെ കൊള്ളാടാ, എന്ത് രസമാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പൊ നമുക്കും പിന്നെ അത് മൊത്തത്തില് പാടി കേട്ടുമ്പോഴാണ്, എഴുതി തരുമ്പോ നമുക്ക് അത്ര ഐഡിയ ഇല്ലല്ലോ. മ്യൂസീഷ്യനായ ജെയ്ക്സിനാണ് അത് കുറെ കൂടെ കിട്ടുക. അപ്പൊ അത് കിട്ടുമ്പോ മൈ ഗോഡ് കൊള്ളാം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. പിന്നെ പാട്ടായിട്ട് കിട്ടുമ്പോ ഇപ്പൊ ഞങ്ങളൊക്കെ ഇരുന്ന് കേട്ടു. പിന്നെ ഞാൻ കേട്ടപ്പോ തന്നെ ഭയങ്കര ഫീൽ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ അവിടെ ഇടുമ്പോ തന്നെ സെറ്റിലൊക്കെ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ. അതെ, നല്ലൊരു കേട്ട് ഇഷ്ടമാവുന്ന പോലെ അല്ല അപ്പോഴേ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഫോർ യു ഈ സിനിമയില് അതായത് ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണല്ലോ ബിക്കോസ് ഓഫ് ദാറ്റ് ഈ ചട്ടമ്പി കാണിക്കുന്ന സമയത്തും. പക്ഷെ സ്റ്റിൽ
റിയലിസം ഒരു ഭാഗത്ത് മാസ് അപ്പീൽ. ഇതെങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന സിനിമയിൽ? അത് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ അല്ലെ, വളരെ ഐ മീൻ നീറ്റായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മളുടെ ബേസിക് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഫാമിലിനെ ശരിക്കും അഡ്രസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഫാമിലിയാണ്. ഇറ്റ് വാസ് നോട്ട് ആ ഒരു കാലഘട്ടം കാണിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും അതിലില്ല. അല്ല, അതിന്റെ ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ക്രൗഡിന് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത ഡേറ്റ് April 9th. കാര്യം വിഷു ആയിരുന്നു. നമ്മളും തുടക്കം തൊട്ടേ നമ്മൾ ആഗ്രഹിച്ചു. വി ബീൻ ഷൂട്ടിംഗ് ഫ്രം ലോങ് ടൈം, ബട്ട് വി വാണ്ടഡ് ദിസ്. വി വർ ഓൾറെഡി ഫിക്സ്ഡ് ഫോർ ദ സ്റ്റേറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ ഒരു യുദ്ധം വന്നു, എലക്ഷന്റെ ഒരു ഇത് വന്നു. അപ്പൊ നമ്മളും ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൊരു ഡേറ്റാ. സിനിമയും നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഒരു വളരെ സിമ്പിൾ ക്ലീൻ, ഈ പറഞ്ഞ പോലെ മാസും ഐ മീൻ ഫൈറ്റ് ഉണ്ട്. 7 തൊട്ട് 75 വയസ്സുള്ള ആൾക്കാരെല്ലാം അഭിനയിച്ചിട്ടില്ലേ? എല്ലാവരും, അതായത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് തൊട്ട് നമ്മുടെ 75 വയസ്സോ വോട്ടെവർ നാഷണൽ അവാർഡ് മേടിച്ച കുട്ടേട്ടൻ തൊട്ട് അങ്ങനെ എല്ലാവരും. കുട്ടേട്ടല്ലേ പള്ളിയിലച്ഛൻ? അതെ അതെ, പറയാമോ? അത് കുഴപ്പമില്ല, ഒന്നും പ്രശ്നമുള്ള വയസ്സില്ല. കുട്ടേട്ടൻ പിന്നെ കുട്ടേട്ടനോട് രണ്ടാമത്തെ അച്ഛനായിട്ട് ആദ്യമായിട്ട് അന്ന് മുതൽ പിന്നെയുണ്ട്. ഞങ്ങള് ആന്റി ഓസ്കർ ഗോസ്റ്റില് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഞങ്ങൾ നാരദെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെയും തരംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതായത് പുള്ളിക്കും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴോ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ ആ ഒരു ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ല. അപ്പനേക്കാൾ 1 വയസ്സ് മൂത്ത നിൽക്കും പുള്ളി. പക്ഷെ എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ആസ് എ ഫ്രണ്ട് മാത്രമല്ല, ഒരു ആസ് എ നമുക്ക് അത്ര റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടർ ആയത് കാരണം കൊണ്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ലോങ് കോൺവെർസേഷൻസ് ഉണ്ടാവും. ഞാൻ മാത്രമല്ല, പ്രശാന്ത് അലക്സാണ്ടർ, സുധീർ കരമന, അപ്പൊ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു. നിഷാന്ത് സാഗർ വരുമ്പോൾ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു പഴയ കഥകളൊക്കെ കുട്ടിയോട് പറഞ്ഞു കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല സ്ഥലം പഠിക്കാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറെ അല്ലേ പഠിക്കാനായിട്ട് കുറെ ഉണ്ട്. അതെനിക്ക് മാസ്റ്റർ ക്ലാസ് ആണ്. എന്റെ ഇന്റർവ്യൂ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എനിക്ക്. ഈ നാടകത്തിൽ അഭിനയിക്കുന്നതും ഈ വയസ്സായ ആൾക്കാരെ എങ്ങനെ വെക്കുന്നു എന്നൊക്കെ മിസ്റ്റർ വിജയരാഘവൻ, the actor who did you met no I mean at the sets. Yes. He won national award this time എനിക്ക് നമുക്കൊരു ഭാഗ്യമുണ്ട്, നമ്മുടെ സെറ്റിലായിരുന്നു എല്ലാ അവാർഡുകളും. സ്റ്റേറ്റ് അവാർഡ് തൊട്ട് നാഷണൽ അവാർഡ് എല്ലാം നമ്മള് പള്ളിച്ചട്ടമ്പി സെറ്റിൽ ആഘോഷിച്ചു. അതെ. ഈ പള്ളിച്ചട്ടമ്പി സിനിമ വരുമ്പോഴേ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ധാരണ, ശരിയായ ധാരണയും ഒരു തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇറങ്ങി മുമ്പ് ആൾക്കാർക്ക് ശേഷം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ബേസിക്കലി പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, പള്ളി ചട്ടമ്പി എന്ന് പറയുമ്പോ ചട്ടമ്പീനെ ഇപ്പൊ എല്ലാരും കാണുമ്പോൾ ഗുണ്ട, അതല്ലായിരുന്നു അന്ന്. ചട്ടമ്പി എന്ന് പറയുന്നതിന് ചട്ടം അറിയുന്നവൻ, പല പല രീതികളുണ്ടായിരുന്നു. കാലക്രമേണ അതിന് മാറ്റം വന്നു. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ഒരു സ്കിൽ സെറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്, ഒരു മാസ്റ്ററാണ് ഈ നമ്മുടെ ക്യാരക്ടർ. അപ്പൊ ആ ടൈറ്റില് ഒരു പദവി പോലെ നമ്മൾ വെക്കുന്നു എന്ന് കരുതി ഫൈറ്റ് ഇല്ല എന്നില്ല. എപ്പോഴും ഫൈറ്റ് അല്ല, എപ്പോഴും ഫൈറ്റ് സിനിമയിൽ അങ്ങനെയല്ല, എല്ലാ ആവശ്യത്തിനും കഥയ്ക്ക് അനുസരിച്ചിട്ട്. ബേസിക്കലി നേരത്തെ ടോബി പറഞ്ഞ പോലെ ഒരു ടോട്ടൽ പാക്കേജ് ഫാമിലി. പക്ഷെ അപ്പൊ ചിലപ്പോ റൈറ്റിംഗ് സുരേഷ് ബാബു ചേട്ടൻ അത് എഴുതി കൊണ്ടുവന്നിട്ട് ചില സമയത്ത് സിനിമാറ്റിക്കലി ഓഡിയൻസ് പൾസ് അറിയുന്ന താങ്കൾക്ക് ചില സാധനങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ അത് റൺ ടൈം ഏകദേശം നമ്മളൊരു 2.25 മണിക്കൂർ, അതാ ഞാൻ പറയാം, കൂടുതലില്ല. ആ ടൈം ഫ്രെയിം തന്നെയാണ് ആ സിനിമയുടെ ഒരു ശരിയല്ലേ. നമുക്കൊരു വിഷു സമയത്ത് എല്ലാവർക്കും വന്ന് അങ്ങനത്തെ ഒരു സിനിമ, എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്യും. ഇപ്പൊ സുരേഷേട്ടന്റെ കേസ് പറഞ്ഞു, സുരേഷേട്ടൻ തുടക്കം തൊട്ടേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1 ലൈൻ തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിൽ യാത്ര. അങ്ങനെയാണ് ടോവിയിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പൊ സുരേഷേട്ടനെ എഴുതി, പക്ഷെ സുരേഷേട്ടനെ സമ്മതിക്കുന്നതിന് ഇപ്പോഴും കാര്യം ആദ്യം ചീത്ത വിളിക്കായിരിക്കും. ഞാൻ സുരേഷേട്ട ഞങ്ങളിപ്പോ സുരേഷേട്ടൻ സ്വീറ്റ് ആണ്, പക്ഷെ ഇത് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാനും ടോവി ഞങ്ങൾ ഞാനും സുരേഷേട്ടും
അപ്പൊ ഞാനും സുരേഷ് ചേട്ടൻ What തമ്മിൽ does he say? he's telling that Sweet man is Suresh Babu, the writer, Hmm. and he shouted I have never okay, I respect him like anything. There is a quirkiness in his eyes. അല്ല അപ്പൊ സുരേഷ് ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കെന്താ വെച്ചാൽ സുരേഷ് ചേട്ടനായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ചിലതൊക്കെ ഞാൻ പറയും സുരേഷ് ചേട്ടാ അത് വർക്കാവില്ല സുരേഷ് ചേട്ടാ എന്നൊക്കെ നമ്മൾ പറയും. ചിലത് ഞാൻ ചില പൊട്ടത്തരം പറയും. ഇപ്പൊ സുരേഷ് ചേട്ടൻ പറയാം എന്തൊന്നും ആഡ് ചെയ്തു എന്ന് സുരേഷ് ചേട്ടൻ പറയും. അപ്പൊ ഞങ്ങള് തമ്മിൽ തല്ലി അതെ ആ ഒരു വേർഷനാക്കി നമ്മൾ അതിലേക്ക് അത് അതെ. അതിന് സുരേഷ് ചേട്ടൻ ഇവരിതെല്ലാം കറക്റ്റ് ചെയ്ത് വരുമ്പോ ഞാൻ ചോദിക്കും അല്ല അത് സുരേഷ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അതിന് റെഡി ആയിരുന്നു കേട്ടോ. ആ. എത്ര വേർഷൻസിനാണെങ്കിലും അതാണ്. അത് ഞാൻ ഇപ്പോഴും സുരേഷ് ചേട്ടനെ നമ്മള് സമ്മതിക്കേണ്ട ഒരു കാര്യം. എത്ര വേർഷൻ സുരേഷ് ചേട്ടൻ ഇത് വർക്കായില്ല സുരേഷിന്റെ ഇത് പുള്ളി ആദ്യം എന്തെങ്കിലും പറയും 5 മിനിറ്റ് കഴിയുമ്പോൾ അതിന് ഓപ്ഷൻ ആയിട്ട് വരും. അതാണ് അതിന്റെ ഒരു ഇപ്പൊ നമ്മളിപ്പോ ഞങ്ങള് വർഷം നമ്മൾ എത്ര കാലമായി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് ആദ്യത്തെ വേർഷനിൽ നിന്ന് ആദ്യത്തെ വേർഷൻ നല്ലതായിരുന്നു 2018 അത് സിനിമകൾ കാരണം കേട്ടോ. പല പല സിനിമകൾ വരുമ്പോൾ നമ്മളുടെ സിനിമ ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി അപ്ഡേഷന് വേണ്ടി ഉള്ള മാറ്റം അതാണ്. അത് നമ്മള് ശരിക്കും റെസ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ടോവിനോയുടെ കൂടെ വർക്ക് ചെയ്യണേ. പക്ഷെ നമുക്ക് നേരത്തെ അറിയാം. അല്ല അതറിയാം. പക്ഷെ ടൊവിനോ എന്ന ആക്ടർ സിനിമയ്ക്ക് ഈ സൈൻ ചെയ്യാൻ പോണതിന് മുമ്പുള്ള ഒരു ടൊവിനോയും സൈൻ ചെയ്തതിനു ശേഷം ഇതിൽ വർക്ക് ചെയ്ത ശേഷം ടൊവിനോയായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ? ഗുഡ് തിങ്സ് ബാഡ് തിങ്സ് പറയാം. അല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുറെ യു നോ അബൌട്ട് സംതിങ് ഒരു അറിയാത്തൊരു കാര്യം മേ ബി അബൌട്ട് ഹിം. അറിയാത്ത അങ്ങനെയല്ല. ഈ ടോബി ഭയങ്കര ഓപ്പൺ ആയിട്ട് അങ്ങനെ ഉണ്ടോ? അത് എനിക്കൊരു ചോദ്യങ്ങളുണ്ട്. അല്ല എനിക്കൊന്ന് ഞാൻ കുറെ കൂടെ ക്ലോസ് ആയി. ഒരു പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നേ ആയിരുന്നെങ്കിൽ ടോബി പക്ഷെ അല്ലെങ്കിൽ പോലും നമ്മള് ഈ സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് സിനിമ കണ്ടാലും നമ്മൾ ചർച്ചയൊക്കെ ഉണ്ട്. നമ്മൾ ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യും. What was your opinion about Tovino when you said that you were going to act with him? You have not met him. And No, then from first day and now. That is what she is asking. Or from first day till now, Yeah. what Yeah. opinions What are changed? changed? Change, good, bad, ugly. No, and like in the everyone has good opinion about me even before. I had watched Minnal Murli in 2018, so I was already like, I 2018. knew, yeah, I knew like he's fab at his job and 2018 Minnal Murli? അല്ല No, 2018 no, no, no. cinema. 2018. Sorry. 2018 film and Minnal Murli. So I knew like I saw him performing in the Right. film and I was already It was fangirling absolutely about it. phenomenal. Yeah. And when I met, I told him also that I am a big fan of Minnal Murli. I loved the film. So at that time, I didn't know him much. But then later on, through while shooting the film, I got to know that he's one of the most intelligent actor I have worked with, and he's very extremely sensitive and sensible. Is what I've discovered. And there was this one scene I have to tell. I've told him also, and Sir must have also realized this. There's this one. Can I talk about that scene? I don't know. You can There's talk. one particular scene in the If there is film any which problem. I was mind blown Uh-huh. by his performance, and I Okay. just couldn't stop myself. And I was so intimidated by him. Yeah, I'm Yeah. not lying. I got നീ very പറഞ്ഞ ഞാൻ intimidated. കരയുന്നു. I'm not So you drop in his face? Gee. Tell. No, but I'm being very honest. I got very intimidated by him, and I was like, okay, I also need to do this, perform. yeah. I need to like do it. And Hey, then I got come on, myself. come on. No, but it's like a good thing Yeah, like, yeah, when your definitely. actors are like performing But and gives you. you know, I know about Tovino for a long time. This is maybe my 6th or 7th interview, but the most hard-working actor, 100%. perfectionist. Yeah. Alle? Yeah. Adu agreeable alle? ഹാർഡ് വർക്കിംഗ് Hardworking അല്ലേ? He's come his own വൃത്തിയില്ലാത്തവരുടെ hood. അല്ലല്ല ശരിക്കും ഹാർഡ് വർക്കിംഗ്. വൃത്തിയില്ലാത്തവരുടെ കൂടെ hard work അങ്ങനെയല്ല. ചെയ്യേണ്ടി വരുന്നതാണ്. അതിൽ വേണ്ടച്ച് പോവായിരുന്നു. He was a software engineer and he had this dream of becoming an actor and he made it happen. Yeah. So that is അല്ല എന്ത് കാര്യത്തിനും അതേ ഞാൻ പറയും ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. അത് ഭയങ്കര ഇപ്പൊ ടോവിയുടെ കേസിലാണെങ്കിൽ അത്രയും ഞാൻ വളരെ കുറച്ച് സിനിമകൾ ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ ടോവിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആവശ്യപ്പെടുന്നുണ്ട് ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അത് എനിക്കും ഭയങ്കര ഇപ്പൊ എന്റെ ഉള്ളിലുണ്ടാവും കുറെ ചോദ്യങ്ങള്. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ ടോവി എന്റെ അടുത്തും ചോദിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര പ്ലസ് ആയിട്ടാണ്. അപ്പൊ ഓരോ സീൻ വരുമ്പോഴും ഈ ഹാർഡ് വർക്കിംഗ് നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ഭാഗമാണ്. അല്ല ഞങ്ങള് തമ്മിൽ അങ്ങനെ ആശയപരമായിട്ട് കുറെ തർക്കങ്ങളൊക്കെ ആ, ഉണ്ട്. അതെ അപ്പൊ ഞാൻ സുരേഷ് ഉള്ള പോലെ തന്നെയാണ് സെയിം. പക്ഷെ ആ തർക്കങ്ങളിലൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും സുഹൃത്തുക്കളായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ healthy debate. ഒബ്വിയസ്ലി അത് രണ്ടാൾക്കും വേണ്ടത് സിനിമ നന്നാവണം. ബിജുവിന്റെ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതോ എനിക്ക് എന്റെ അധികാരം അല്ല, സ്ഥാപിക്കുക എന്നുള്ളതോ അല്ല, അല്ല അല്ല. വിഷയം. സിനിമ നന്നാവണം. സിനിമ നന്നാവണം അൾട്ടിമേറ്റ്ലി. അല്ലെങ്കിൽ ഇതിൽ ആരും ബെനിഫിറ്റ് ചെയ്യപ്പെടും. Correct, correct. ഇപ്പൊ നമ്മള് സിനിമ നന്നാവുക എന്നുള്ളത് എനിക്കും ബിജോയ്ക്കും വേണ്ടി മാത്രമല്ല സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും
ആ സിനിമ ഗുണം ചെയ്യണം. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ആശയപരമായി പക്ഷെ അതെല്ലാം ഭയങ്കര വർത്ത്ഫുൾ റൂമിലെത്തുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ പൊട്ടാസ് നോക്കണമെന്ന് വെച്ചാൽ ബാക്ക് വെച്ച് പേടിപ്പിക്കും. അല്ല അതൊന്നും He doesn't show you the monitor. No, he doesn't. Like, Why? He'll straight away make one face. What Not is to the us, to the editor. He'll What give is one the face? face. What is that face? Show me. What is that No, face? I mean, like, he'll just give a straight face. Ah. Give a look as Then like. he didn't like it. I don't know, like what? He doesn't. He didn't want it. അല്ല ഞാൻ അല്ലല്ല എന്താ എണ്ണൊക്കെ കൊണ്ടുവരും. പൊട്ടാസ് നോക്കി കൊണ്ടുവന്നിട്ട് I was just quietly joining him and then, okay, I also join and watch with you. അതെ ആദ്യം കൈതൊക്കെ ആക്ച്വലി ഓക്കെ ആണ്. ഇവര് രണ്ടെണ്ണം ടി വി ആയിക്കഴിഞ്ഞ ടൊവിയുടെ പറയാം കാണണ്ടേ? നിങ്ങൾ കണ്ടു ശീലം. ഓരോരുത്തരുടെ രീതിയാണ്. ടൊവിനോ അന്ന് കാണുന്ന സക്സസ് നൗ ഐ നോ വെൻ ലാസ്റ്റ് ടൈം ഇന്റർവ്യൂ ഇറ്റ് വാസ് യുവർ 11th year. ഇപ്പൊ അത് 13-14 വർഷമായിട്ടുണ്ടാവണം. നീല വെളിച്ചം ഇറ്റ് വാസ് യുവർ 11th year, right? 2023 2011 you started, no? So 13, yeah. So 2012 ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ 11 years ആയിരുന്നു അന്ന്. അന്ന് കാണുന്ന സക്സസും ഇന്നും നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഹൗ ഡു യു ഡിഫൈൻ യുവർ സക്സസ് നൗ? സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അത് ആപേക്ഷികമാണ് ഓരോ ആൾക്കാരും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരാളുടെ സക്സസ് തന്നെ ആവണം എന്നില്ല എന്റെ സക്സസ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ കൂടെയും കൂട്ടുകാരുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമകൾ ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരോട് സമയം സ്പെൻഡ് ചെയ്യാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും. അപ്പൊ ഞാൻ ഭയങ്കര എന്റെ സ്വപ്നമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പണ്ട് ഇങ്ങനെ ആൾക്കാർ പറയില്ലേ സക്സസ്ഫുൾ ആവണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ എത്തണം അവിടെ എത്തണം ഇത്ര പൈസ ഉണ്ടാക്കണം വീട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് പീസ് ഓഫ് മൈൻഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആദ്യം അങ്ങനെ ആയിരുന്നുണ്ടാവില്ല അല്ലേ? ആദ്യം നമുക്കും അറിയില്ലല്ലോ. ടെസ്റ്റിംഗ് വാട്ടർ സ്റ്റേജ് ആയിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയോ അങ്ങനെ അംബീഷ്യസ് ആണെങ്കിൽ പോലും ആ അംബീഷന് ഞാൻ എവിടെയെങ്കിലും ഒരു ഇതാണ് എന്റെ അംബീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ അംബീഷൻ ചെറുതായി പോയാലോ നമ്മളെ ലിമിറ്റ് ചെയ്യണ പോലെ ആവില്ലേ. അപ്പൊ എനിക്കറിയില്ല എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ തല്ലുമാലയ്ക്ക് മുമ്പ് ഞാനൊരു സിനിമയിൽ ഡാൻസ് ചെയ്യുന്നു ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്യൂച്ചറിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയാണ് നീ ഒരു സിനിമയിൽ ഡാൻസ് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ നുണയാനാണ് നമ്മൾ കല്ലെടുത്തെറിഞ്ഞാനെ. കാര്യം ഞാനത് ചെയ്യാൻ പ്ലാനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നേക്കാൾ എന്നിൽ വിശ്വസിക്കുന്ന എന്റെ സുഹൃത്തുക്കളാണ് എന്നെ കൊണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യിച്ചിട്ടുള്ളത്. ചിലപ്പോ എന്നെ പുറത്തുനിന്ന് നോക്കി കാണുന്ന എന്റെ സുഹൃത്തുക്കൾ എന്നെ കാണുന്ന അത്രയ്ക്ക് ഞാൻ എന്നെ കാണുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് എന്തൊക്കെ കേപ്പബിലിറ്റി ഉണ്ടെന്ന് ചിലപ്പോൾ എന്നെക്കാളും അറിയാവുന്ന ആൾക്കാരാണ് എന്നെ ട്രസ്റ്റ് ചെയ്ത് ഒരു ക്യാരക്ടർ തന്ന് അങ്ങനെയാണ് നമ്മളങ്ങനെ ഓരോ സിനിമകളും ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യും ഇന്ന പോലത്തെ ചെയ്യില്ല അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. ഒരു കഥ കേൾക്കുന്ന സമയത്ത് നമുക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ സമയത്താണ് കഥ കേൾക്കുന്ന സമയത്താണ്. അല്ലാതെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്ന പരിപാടി ഒന്നുമില്ല. ഒരു ഗോയിങ് വിത്ത് ഫ്ലോ ആണ് എപ്പോഴും. അപ്പൊ അതിനകത്ത് ഞാനിപ്പോ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും നമ്മൾ ഇതാണ് ഇതിനേക്കാൾ വലുത് എന്താണ് നമ്മൾ ആഗ്രഹിക്കാനുള്ളത്? സമാധാനം. ഡിജോന്റെ ജേർണി ദിസ് ഇസ് 4th ഫിലിം. ഓരോ സിനിമ റെസ്പോൺസിബിലിറ്റി കൂടും, റൈറ്റ്? ബിക്കോസ് ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഫ്രം എ ക്വീൻ ടു നമ്മുടെ ജനഗണ വന്നപ്പോ എല്ലാവരും വാവ് എന്ന് പറഞ്ഞു. ദെൻ വേറെ മലയാളി ഫ്രം ഇന്ത്യ ചെയ്തു. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്താണ് ഒരു ഭയമുള്ളത് ആസ് എ ഡയറക്ടർ ഫോർ യു? എനിക്ക് തോന്നുന്നു നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഓരോ സിനിമകൾ കഴിയുമ്പോൾ എന്റെ ഭയം കുറയാണ്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്റെ ആദ്യ സിനിമ ഇപ്പോഴും ഞാൻ വിശ്വസിക്കാം എന്റെ ഏറ്റവും ടഫസ്റ്റ് ഫിലിം ഹോസ്റ്റ് ഫിലിമാണ്. കാര്യം അതാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ ഡു ഓർ ഡൈ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫിലിമാണ് എന്റെ ഏറ്റവും ടഫസ്റ്റ്. പക്ഷെ ടഫ്നെസ് കൂടുന്തോറും എനിക്ക് തോന്നുന്നു എന്റെ ഭയം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്റെ വർക്കില് അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ വിശ്വസിക്കുന്ന പ്രോഡക്റ്റില് അത് നന്നായിട്ട് ചെയ്യാം. ബാക്കി കാര്യം എന്താ വെച്ചാൽ അതില് നമുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ചെയ്തു വരുമ്പോൾ നമുക്കൊരു ഫൈനൽ ഒരു പ്രോഡക്റ്റ് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ആർട്ടിസ്റ്റിൽ തുടങ്ങി നമ്മൾ ആഗ്രഹിച്ചാണല്ലോ നമ്മുടെ ചട്ടമ്പിയുടെ ഒരു ക്യാരക്ടർ ഇപ്പൊ ടോവി അത് പ്ലേ ചെയ്യാം. നമ്മൾ ആഗ്രഹിച്ചാണല്ലോ റബേക്ക എന്ന് പറയുന്ന ക്യാരക്ടർ കൈതു ചെയ്യാം. അപ്പൊ പക്ഷെ
ഇതൊക്കെ എങ്ങനെ നമ്മൾ ഫൈനലി സ്ക്രീനിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുറെ സീൻസ് ഇപ്പൊ കുട്ടേട്ടനാണെങ്കിലും അങ്ങനെ കുറെ പേര് വെച്ചിട്ട് ഇപ്പൊ എനിക്ക് വലിയ ആഗ്രഹമാണ്. പണ്ടത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, വലിയ മഹാനടന്മാരുടെ കൂടെയൊക്കെ എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും പറ്റിയില്ല. അന്ന് ഞാൻ സംവിധായകനായിരുന്നില്ല. കാലക്രമേണ അവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടും പോയി. അപ്പൊ ലിറ്ററലി എനിക്ക് തോന്നുന്നു ആ കാലഘട്ടമൊക്കെ ഇവരിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അതെനിക്കൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഓരോ സിനിമ കഴിയുമ്പോൾ ഐ തിങ്ക് നമ്മുടെ ഫിയർ കുറയുകയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആയിരിക്കാം അതിനെ നമുക്ക് മാറ്റം. Talking about success, how does you taste when you have tasted success so early in your life, in your career, and how do you handle that? The fandom, the complete. I'm not saying the word overnight fame, but do you sometimes think, is it happening to me, and have you been pinching yourself? Yeah, I do that every day, and I'm extremely grateful for what I've had, and now I really want to in the beginning I was still discovering, I was still trying to get myself into the map, and now that I feel like I have the visibility, I want to be more cautious about what projects I do and how I represent myself and my films. So it's an interesting time now. If you have to swap one role of Palli Chattambi, what it would be? One role of Palli Chattambi. In Palli Chattambi's one character, if you want to swap. With her, yeah. If you want to swap a role of Palli Chattambi, I think Rebecca is the best. Role. ഒരു റോള് ഇപ്പൊ നിങ്ങളുടെ കുറെ If റോൾസ് not Rebecca, then I would be Palli. Yeah. All right. Yeah. So anything, audience and experience, this is my last question. Audience and experience എന്തായിരിക്കും ഈ സിനിമയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കേണ്ടത്? നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കയ്യടി കിട്ടുകയും നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വരുത്തുന്ന ഒരു സാധനം. അല്ല, എനിക്ക് തോന്നുന്നു നമ്മള് ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിലൊന്നും നമ്മളൊന്നും ഉദ്ദേശിച്ച് ചെയ്തൊന്നുമല്ല. നമുക്ക് ആ സിനിമ ബേസിക്കലി അതിന്റെ എഴുത്തിൽ തുടങ്ങി ഒരു പ്രോഡക്റ്റ് വേണ്ടി വർക്ക് ചെയ്യല്ലേ, ഒരു കൊച്ചിന് വേണ്ടി നമ്മൾ ഇങ്ങനെ. അപ്പൊ അത് ഫൈനലി നമുക്കത് തിയേറ്ററിലേക്ക് എത്തിക്കുക, ബിഗ് സ്ക്രീനിൽ എത്തിക്കുക. അപ്പൊ ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് നമ്മളൊരു സീസണാണ്. അപ്പൊ ഈ ഒരു ഏപ്രിൽ മെയ് ടൈമിലേക്ക് നമുക്ക് ഏപ്രിൽ ടൈമിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക, നമ്മൾ ആഗ്രഹിച്ച പോലെ ഫൈനലി അത് എത്തിക്കാൻ പറ്റുക, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് പിന്നെ ഈ സിനിമയില് ഫാമിലി ആയിട്ട് കാണാൻ വരിക, ഈ പള്ളി ചട്ടമ്പി കാണാൻ വരിക, ഡെഫിനറ്റ്ലി അതിന് എന്റർടൈൻമെന്റ് കൊടുക്കുക. കാര്യം എന്താ വെച്ചാൽ സിനിമ മൊത്തത്തിലൊരു പാക്കേജ്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ ഇൻ ദിസ് ജോണർ ഓർ മേ ബി ദിസ് ജോണർ, വി ഹാവ് എവരിതിങ്. ഇറ്റ്സ് എ മിക്സ്. താങ്കൾ താങ്കളുടെ വീട്ടിൽ പോയിട്ട് മക്കളോട് ഈ സിനിമയെ പറ്റി പറയുമ്പോ എങ്ങനെയാ സ്വന്തം പടം പ്രൊമോട്ട് ചെയ്യാറ് കൊച്ചു മക്കളോട്? സ്വന്തം പടം ഞാൻ അവിടെ പോയി പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് കാണാവുന്ന സർട്ടിഫിക്കേഷനുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കണ്ടിരിക്കും. How do you talk about it അവരോട്? ഞാൻ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യും. ലൊക്കേഷൻ വരാറുണ്ട്. അതെ, ഈ മകള് ട്രാവൽ ചെയ്യാത്ത രാജ്യങ്ങളില്ല ഞങ്ങൾ ഇപ്പോഴും അതന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ എത്രയോ രാജ്യങ്ങളെ കുഞ്ഞു ബാവ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അല്ല, എനിക്ക് അതിലും ഭയങ്കര സന്തോഷവും ഉണ്ട്. അതായത് ഭയങ്കര ചെറുപ്പത്തില് ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങള് അപ്പനും അമ്മയും എന്റെ ചേച്ചിയും ചേട്ടനും ഞാനൊക്കെ കൂടിയിട്ട് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ കൊച്ചിലെ എല്ലാ വെക്കേഷനിലും അപ്പനെ കൊണ്ടുവന്ന് പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ബാംഗ്ലൂര്, ഊട്ടി, കൊടൈക്കനാല്. പിന്നെ ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു വാഗാ ബോർഡർ, പഞ്ചാബ്, ഡൽഹി, ഇതൊക്കെ അങ്ങനെ കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങള് പല സ്ഥലങ്ങളിൽ ഇന്ത്യയില് ഒട്ടുമിക്ക പോകാൻ പറ്റുന്ന. എന്റെ അമ്മയുടെ ചേട്ടൻ കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പൊ കൽക്കട്ടയിൽ പോയിട്ടുണ്ട് ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ എല്ലാ വെക്കേഷനിലും എവിടെയെങ്കിലും പോവുക, ഒരു പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ് എങ്ങനെയോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ട്രെയിനിൽ 2 ദിവസം 3 ദിവസം ഇരുന്ന് പോയി. അപ്പൊ വീട്ടിൽ നിന്ന് മറ്റേ നാരങ്ങ ചോറ്, വാഴയിലിൽ പൊതിഞ്ഞ്, വാട്ടിയ വാഴയിലിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നു, മീൻ വറുത്തത്, അങ്ങനത്തെ എനിക്ക് കുറെ മെമ്മറീസ് ഉണ്ട്. അപ്പൊ ആ മെമ്മറീസ് ഉള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഞാനും ഭാര്യയും കൂടെ ഫിൻലൻഡ്, നോർവേ, നോർത്തേൺ ലൈറ്റ്സ് കാണാനായിട്ട്. പാരന്റിക്കൽ വ്യത്യാസം വന്നില്ല രണ്ടുപേരും, ബോത്ത് ഓഫ് യുവർ ഫാദേഴ്സ്. ഈ നിങ്ങൾ കാണുന്ന അച്ഛനെ മാതിരിയാണോ നിങ്ങൾ നിങ്ങളുടെ പാരന്റിങ് ആസ് ടു ചിൽഡ്രൻ? അങ്ങനെ വ്യത്യാസം ഉണ്ടോ? എന്റെ അപ്പൻ ഞങ്ങളുടെ ഇപ്പൊ എന്റെ മകളുടെ പ്രായത്തിൽ, എനിക്ക് എന്റെ മകളുടെ പ്രായം ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അപ്പൻ എന്നോട് പെരുമാറിയിരുന്ന പോലെ അല്ല എന്റെ മകളുടെ അടുത്ത് ഇപ്പൊ എന്റെ അപ്പൻ പെരുമാറുന്നത്. സെയിം വ്യക്തി തന്നെ അവരുടെ. അതായത് ഞാനൊരു ദിവസം
നോക്കുമ്പോ ചെറുപ്പല്ല, കുറച്ചു കാലം മുമ്പാ, മോള് വെറുതെ 2 വയസ്സോ 3 വയസ്സോ കൊണ്ടുള്ള സമയത്ത് അപ്പനവിടെ ചാരുവാസേരിൽ ഇരുന്നിട്ട് അങ്ങനെ. അപ്പൊ അപ്പൻ ഇത്തിരി കണ്ടാലും ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ ഇവള് വന്നിട്ട് അവിടെ അപ്പന്റെ ചാരുവാസേരില് ആ കയ്യില് ഒരു റിമോട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇവള് വന്ന് ആ റിമോട്ട് എടുത്തു. അപ്പൊ അപ്പനിങ്ങനെ അവിടേക്ക് അപ്പന്റെ തലയിൽ ഒരു ഒറ്റടി അടിച്ചു. അപ്പൊ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എനിക്ക് ഇപ്പൊ കിട്ടും അവൾക്ക് എന്ന് വെച്ചിട്ട് പിടിച്ചു മാറ്റണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അപ്പൻ ശരിക്കും ദേഷ്യം വന്നു. അപ്പൊ ദേഷ്യം വന്നിട്ട് അപ്പൻ അവളെ ഒരു നോട്ടം നോക്കി. ഈ നോട്ടം കണ്ട് ഈ പ്രായത്തിലിരിക്കുന്ന കാര്യം വെച്ചാൽ ഇതൊരു മുമ്പ് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആ നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പേടി. അപ്പൊ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവള് ഒരെണ്ണം കൂടെ കൊടുത്തിട്ട് അവൾ പോയി. 2 വയസ്സുള്ള കൊച്ചിന് ഇതേപോലെ ഞാൻ എന്തെങ്കിലും മോളെ പറയണത് അതിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ അപ്പം പറയണത് എന്നൊക്കെ പറയുമ്പോ ബാക്കിൽ നിന്ന് ഈ ഗ്രാൻഡ് പാരന്റ്സ് വേറെ തരത്തിലാണ് പാരന്റിങ്. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പാരന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പിള്ളേർക്ക് ഭയങ്കര അപ്രോച്ചബിൾ ആണ് ഞാൻ. അതായത് ഞങ്ങള് പാരന്റിന്റേതായിട്ടുള്ള ചില സമയത്ത് ഭാര്യ പറയും 2 ചീത്ത പറയാന്നൊക്കെ പറയുമ്പോ ഇതിന് ഇല്ലടാ അങ്ങനെ എന്നെ എന്നിട്ട് ഗുഡ് കോപ്പ് അത് കേട്ട എന്നുള്ള. പിന്നെ എനിക്കത് പിള്ളേരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ എന്റെ ഉള്ളിലും അതുപോലൊരു എന്റെ ഒരു ഇന്നർ ചൈൽഡ് ഉള്ളതുകൊണ്ടായിരിക്കും. How are you with your father? Are you is he a very strict father you have? No, very friendly. Very friendly. Like, yeah, I mean, like now I'm extremely close to my father. Like, nice. Yeah. All right. So do you live in Pune? Yes, I live in Pune. Yeah, with my family. അപ്പൊ നിങ്ങളും പറഞ്ഞില്ലേ നിങ്ങളുടെ പാരന്റിങ്? പാരന്റിങ് ടൊവി നേരത്തെ പറഞ്ഞ പോലെ ട്രാവലിംഗ് ടൊവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ടൊവിയുടെ പാരന്റ്സ് ഇങ്ങനെ കുറെ ടൊവിനെ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കാം ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതല്ല ഓരോരുത്തരുടെ ഇതായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നേരെ തിരിച്ച ടൊവി ഭയങ്കര ട്രാവൽ ഫ്രീക്കാണ്. എനിക്ക് ട്രാവൽ, പക്ഷെ ഇതാണ് നേരെ പ്രശ്നം. വൈഫിനാണെങ്കിൽ ഭയങ്കര ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ചിലപ്പോ ഫാമിലിക്ക് വേണ്ടി പോകും. അല്ലാതെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത് ഓരോ ക്യാരക്ടറിലെ ഇപ്പൊ ഞാൻ തൊഴിൽ ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പോലും പഞ്ചാബ് ഇവിടെ എല്ലായിടത്തും നമ്മൾ പോകും. കാരണം സിനിമയ്ക്ക് വേണ്ടി, ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ എനിക്ക് പറഞ്ഞ പോലെ അതിനോടൊരു ക്രേസ് ഇല്ല. അതെ, ഓരോരുത്തരുടെ പ്രശ്നം. അപ്പൊ എന്നെ കാണുമ്പോ തന്നെ പ്രതിഭ വൈഫ് പറയും കാര്യം നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡൗൺ ആണ്. ഞാൻ മാറ്റാൻ ശ്രമിക്കുന്ന ചില എന്റെ പ്രശ്നങ്ങളാണ് കേട്ടോ. ഞാൻ എന്റെ ഫുൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മള് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒന്നും പോകാൻ പറ്റില്ല. പ്ലാൻ ചെയ്ത് വെച്ചാൽ പോലും അത് അതേപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് അവിടെ കുറെ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു ബോർഡർ ക്രോസിംഗിന്റെ സമയത്ത് നടന്നു, ജോർജിയയിലൊക്കെ ബോർഡർ ക്രോസിംഗ് ഞങ്ങളൊക്കെ പിടിച്ച് ചോദ്യമൊക്കെ ചെയ്ത് അവിടെ പോയിട്ട് ഞാൻ ആക്ടർ അപ്പൊ അവിടെ നമ്മളെല്ലാരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെയാണ്. അപ്പൊ ഇത് കഴിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിയുണ്ട്. രക്ഷപ്പെട്ടു എന്നുള്ള എല്ലാവരും ചിരിയുണ്ട്. അങ്ങനത്തെ നല്ലതും ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ബോണ്ടിങ് ഭയങ്കര. ഇതെനിക്ക് പണ്ടും ഈ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എനിക്ക് ഗോൾഡൻ ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങള് പഞ്ചാബും ഡൽഹിയൊക്കെ ഒറ്റ ട്രിപ്പ് പോയത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ആ ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടുകാർക്ക് ഞാനൊരു അതിഭീകര ബാധ്യതയായിരുന്നു. എനിക്ക് ഛർദി പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോകണ്ടേ, ഛർദിയുള്ള ഒരു കൊച്ചിനെ കൊണ്ട് ഇവരുടെ ടൂറ് കുളമായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ പറയുമ്പോ എനിക്ക് പറയാനൊരു കഥയുണ്ടല്ലോ, അവർക്കും പറയാനൊരു കഥയുണ്ട്. അന്ന് അവന് ഛർദി വന്നപ്പോ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ മൈനർ ഇൻകൺവീനിയൻസസ് ആണ് ഇത് ഒരു കഥയായിട്ട് പിന്നീട്. പിന്നെ എനിക്ക് ഓഫ് ലൈറ്റ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആക്ച്വൽ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ്സിനേക്കാൾ മച്ച് സ്വീറ്റർ ആണ് അതിന്റെ മെമ്മറീസ്. ചിലപ്പോൾ ആ മൊമെന്റ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് അതിന്റെ മെമ്മറീസ്. പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മളതൊന്ന് ഓർമ്മകളായി ഓർക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിന് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നില്ല. ഭയങ്കര തിരക്കാണ്. ഞാൻ വെക്കേഷന് പോയതേ മറന്നുപോയത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കം ബാക്ക് പെട്ടെന്ന് നമ്മൾ ജോലിക്ക് വരുമ്പോൾ കുറെ മറന്നു പോകും. പക്ഷെ പിന്നീട് ഈ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ മറന്നൊന്നും പോകില്ല ഒരിക്കലും. അത്രയും ഓരോ സ്ഥലങ്ങളും. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ
ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ചിലപ്പോൾ ഇരുന്നിട്ട് ചിലപ്പോൾ ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഞാനും പിള്ളേരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ ആ സ്ഥലത്തിന്റെ ഹിസ്റ്ററിയും അങ്ങനത്തെ ഒക്കെ പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ എന്റെ മോളാണ് പറയുന്നത് നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് പോണേ എന്നൊക്കെ പറയണം. ഇതിന് ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്തോ ഒന്നും പോകണമെന്നില്ല. ഞാൻ കേരളത്തിനകത്ത് തന്നെ നമ്മൾ ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ വയനാട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കയറാത്തൊരു കുന്നും മലയും ഇല്ല അവിടെ. അതിപ്പോ വയനാട് ജീവിക്കുന്ന ആൾക്കാർ എല്ലാ കുന്നും മലയും കയറിയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ വർക്കൗട്ടും നടക്കും, കാഴ്ചകളും നടക്കും, സുഖമായിട്ട് നടക്കും. Are you an organized traveler? Yeah, extremely. Like I love packing. Yeah, it's a thing for me. that is it. So many people are like that. Yeah. So I think thank you so much for your time. Thank you. എന്തായാലും ഞാൻ വിളിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറെ നേരം സംസാരിച്ചു. പക്ഷെ അതാണ് ശേഷം അതെ നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യം വന്ന് I was about to wrap up, then you were talking about the travel. Travel. But I think it is a very good conversation. നിങ്ങളുടെ സിനിമ നന്നാവട്ടെ, ഞാൻ വിളിക്കുന്നതായിരിക്കും. ബ്രോ എന്ന് വിളിച്ച് എന്നെ ചെയ്യും, പടം കണ്ട ബ്രോ എന്ന് വെച്ച് എന്നെ കളിയാക്കും. അപ്പൊ all the best. Come back again and again to the Malayalam industry. Rijo, Thank you so much. Thank you. okay. Okay. Thank you. Yes.